ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സദ്ഗുരും പ്രണതോസ്മ്യഹം. നമ്മൾ ഏതാണ്ട് 432 ശ്ലോകങ്ങളോളം നമ്മൾ കണ്ടു. എങ്കിലും 429 മുതൽക്കൊന്ന് നമുക്കൊന്ന് വായിച്ചു പോകാം. യസ്യ സ്ഥിതാ ഭവേത് പ്രജ്ഞാ യസ്യാനന്ദോ നിരന്തരഃ പ്രപഞ്ചോ വിസ്മൃതപ്രായഃ സജീവൻ മുക്തയിഷ്യത്തെ. ലീനധീരപി ജാഗർത്തി ജാഗ്രദ്ധർമ്മവിവർജിതഃ ബോധോ നിർവാസനോ യസ്യ സജീവൻ മുക്തയിഷ്യത്തെ. ശാന്ത സംസ്കാരഃ കലനഃ കലാവാനപി നിഷ്കലഃ യസ്യ ചിത്തം വിനിശ്ചിന്തം സജീവൻ മുക്തയിഷ്യത്തെ. വർത്തമാനേപി ദേഹേസ്മിൻ ഛായാവദ് അനുവർത്തിനി അഹന്താ മമതാ ഭാവഃ ജീവൻ മുക്തസ്യ ലക്ഷണം. ഇത്ര വരെ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കിപ്പോകാം. എന്താണ് രണ്ടാമത് വീണ്ടും നോക്കുന്നത്? കുറച്ചുകൂടി ഒന്ന് വിശദമാക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ 429 ഈ ശ്ലോകം യസ്യ സ്ഥിതാ ഭവേത് പ്രജ്ഞ യസ്യാനന്ദോ നിരന്തരഃ പ്രപഞ്ചോ വിസ്മൃതപ്രായഃ സജീവൻ മുക്ത ഇഷ്യതേ. ഈ ശ്ലോകം 429 ഈ ശ്ലോകം വസ്തുസംഗ്രഹവാക്യം എന്ന് പറയും. കാരണം ഇത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 12-13 ശ്ലോകങ്ങളിലൂടെ 16 ശ്ലോകങ്ങളിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം. 12-13 അതിൽ കൂടുതൽ എന്തായാലും കുറച്ച് ശ്ലോകങ്ങളിലൂടെ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങളെയെല്ലാം സംഗ്രഹ രൂപത്തിൽ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സ്ഥിതപ്രജ്ഞൻ്റെ ഒരു വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണമാണ് ഇനി പറയാൻ പോകുന്നതെല്ലാം. അപ്പോൾ ആരാണ് ജീവൻ മുക്തൻ എന്ന് വ്യക്തമാക്കി തരുന്ന, സംഗ്രഹ രൂപത്തിൽ വ്യക്തമാക്കി തരുന്ന ശ്ലോകമാണിത്. 429 ശ്ലോകം. ആരാ ജീവൻ മുക്തൻ? ജീവൻ മുക്തൻ ആരാണ്? സ്ഥിതപ്രജ്ഞനാണ്. ആരുടെ പ്രജ്ഞയാണോ അല്ലെങ്കിൽ ആരുടെ ബുദ്ധിയാണോ സ്ഥിതമായി നിൽക്കുന്നത്? എന്തിൽ സ്ഥിതമായി നിൽക്കുന്നു? ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള അറിവ് സ്ഥിതമായിട്ട് നിരന്തര ആ അറിവ് ആണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധി എന്ന് വേണേൽ പറയാം. അങ്ങനെ മനസ്സ് സദാ ബ്രഹ്മത്തിൽ ലീനമാണ്, ബുദ്ധി ബ്രഹ്മത്തിൽ സ്ഥിതമാണ്, സദാ ആനന്ദം അനുഭവിക്കുന്നു. ഇങ്ങനെയുള്ള ഒരാൾ, ജീവൻ മുക്തനായിട്ടുള്ള ഒരാൾ സാധാരണ നമ്മെപ്പോലെ മറ്റുള്ള വിഷയവസ്തുക്കളുടെ പിന്നാലെ പോകുകയോ അല്ലെ ആനന്ദം, എനിക്ക് സുഖം അനുഭവിക്കാൻ വേണ്ടി അതും ഇതും കൂട്ടി വയ്ക്കുകയോ ഒന്നും ചെയ്യുകയില്ല. കാരണം അയാൾ ആനന്ദനിമഗ്നനാണ് അദ്ദേഹത്തിന് ഇനി ഈ ചെറിയ ചോട്ട മോട്ട വിഷയങ്ങളെ ഒന്നും ആവശ്യമില്ല. സ്ഥിതപ്രജ്ഞനാണ്. നിരന്തര ആനന്ദം. ആ ആനന്ദമില്ലാത്ത ഒരു സമയമില്ല.
അല്ലേ? ആനന്ദമില്ലാത്ത ഒരു സമയമില്ല, അന്തരമില്ലാതെ ആനന്ദം അനുഭവിക്കുകയാണ്. ഈ ഈ ഒരു ശ്ലോകത്തെ വിശദീകരിക്കുകയാണ് ഇനി വരുന്ന ഏതാണ്ട് 14 അല്ലെങ്കിൽ ഒരു 12നും മേലിലേക്ക്, ഞാൻ കറക്റ്റായിട്ട് എണ്ണിയില്ല, അത്രയും ശ്ലോകങ്ങൾ. ഇനി ഈ വരുന്ന ശ്ലോകങ്ങളെല്ലാം ഈ ഒരു ശ്ലോകത്തിൻ്റെ വിശദീകരണമാണ്. ഇപ്പം ബ്രഹ്മണിയേവ വിലീനാത്മാ, ബ്രഹ്മണിയേവ വിലീനാത്മാ, ബ്രഹ്മത്തിൽ തന്നെ വിലീനമായിട്ട് സ്ഥിതപ്രജ്ഞ എതിരയം സദാനന്ദമശ്നുതേ ബ്രഹ്മണ്യേവ വിലീനാത്മാ നിർവികാരോ വിനിഷ്ക്രിയ. ബ്രഹ്മത്തിൽ തന്നെ മനസ്സെപ്പോഴും ബ്രഹ്മത്തിൽ ലീനമായിട്ട് നിൽക്കുന്നു. നമ്മളുടെ മനസ്സാണ് എങ്കിലോ ഇതിലേക്ക് പോകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് ബ്രഹ്മത്തിൽ ലീനമായിട്ട്, എന്നിട്ടും അദ്ദേഹം ഈ ലോകത്തെ മറന്നിരിക്കുകയാണ്. സ്വപ്നാലോകിത ലോകവതെന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വപ്നവത്, അതായത് സ്വപ്നം പോലെ ഈ ലോകത്തെ, സ്വപ്നമാണ് എന്നറിഞ്ഞുകൊണ്ട് സ്വപ്നം കാണുന്ന ഒരവസ്ഥയൊന്ന് ഓർത്ത് നോക്കൂ, അല്ലേ? ചിലപ്പോൾ ചില സ്വപ്നങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്, അതിനൊരു വാക്കുമുണ്ട് കേട്ടോ. ചില സ്വപ്നങ്ങളൊക്കെ നമ്മൾക്ക് ആ സ്വപ്നത്തിൽ തന്നെ നമ്മൾക്ക് തോന്നും, ഞാൻ സ്വപ്നം കാണുകയാണല്ലോ, ഇതൊക്കെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണല്ലോ, ഈ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് എല്ലാം എൻ്റെ മനസ്സിൻ്റെ സൃഷ്ടിയാണല്ലോ എന്ന് സ്വപ്നത്തിൽ വിചാരം ചെയ്യും. അത് സ്വപ്നമാണ്, ആ സ്വപ്നത്തിലെ വിചാരവുമാണ്, ഒരു വല്ലാത്തൊരനുഭവമാണ്. അപ്പം അതേപോലെ നമ്മൾക്കത് വല്ലപ്പോഴുമൊക്കെ സ്വപ്നത്തിലൊന്ന് കിട്ടുന്ന ഒരനുഭവം, അല്ലെങ്കിൽ സ്വപ്നമാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വപ്നം കാണുന്നത് പോലെയാണ് അദ്ദേഹം ഈ ജാഗ്രത അവസ്ഥയിൽ. കാരണം ഈ കാണുന്ന പ്രപഞ്ചം ഒരു പ്രൊജക്ഷൻ മാത്രമാണ്, എന്നിൽ പ്രകടമായി അറിയുന്ന ഒരു കാഴ്ചയാണ്. ഈ ഉത്സവമൊക്കെ വരുമ്പോഴേക്കും വലിയ ഈ വെച്ച് വാണിഫെന്നും അങ്ങനെയൊക്കെ പറയും, പല നാട്ടിലും പല പേരായിരിക്കും കേട്ടോ. ഈ കടകളൊക്കെ വരും, വലിയ കടകളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അത് കുറച്ച് 2-3 ദിവസത്തേക്ക് ആ കടകൾ അവിടെ നിൽക്കും. അത് കഴിയുമ്പോഴോ അത് മറയും, അല്ലേ? അതേപോലെ തന്നെ എന്നിൽ പ്രകടമാകുന്ന ഒന്നാണ് ഈ ലോകം. അതിൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. ആ കടയിൽ കിട്ടാത്തത് ഒന്നുമില്ല. ഉത്സവക്കടകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പം ഇങ്ങനെ മനസ്സിലാക്കി ഈ ലോകം ഇങ്ങനെ എന്നിൽ പ്രകടമാകുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കി പ്രപഞ്ചോ വിസ്മൃതപ്രായ. എന്താ അർത്ഥം? ജാഗ്രത ധർമ്മങ്ങളൊന്നും തന്നെ ഇല്ല. ജാഗ്രത ധർമ്മം എന്ന് വെച്ചിട്ടുണ്ടായെങ്കിലും ഇവിടെ നിരന്തര അഡ്ജസ്റ്റ്മെൻ്റാണ്. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, നിരന്തരം ടെൻഷനാണ്, അല്ലേ? ചിലവർ ടെൻഷൻ എടുക്കുകയും ചെയ്യും, മറ്റുള്ളവർക്ക് ടെൻഷൻ കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ നിരന്തരം ടെൻഷൻ അല്ലെങ്കിൽ ടെൻഷൻ കൊടുക്കുക, ഉയർച്ച താഴ്ചകൾ, ഒരു തരത്തിലുള്ള സമാധാനവും ഇല്ല, ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലേ? ഏതു നേരവും ഒന്നിൻ്റെ പുറകെ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, ഇങ്ങനെ ഈ ജാഗ്രത അവസ്ഥ ഇങ്ങനെയാണ്. ഈ ധർമ്മങ്ങളൊന്നുമില്ലാതെ ബോധോ നിർവാസന യസ്യഹ, വാസനയില്ല. വാസനയില്ല എന്ന് വെച്ചാലോ അദ്ദേഹത്തിൻ്റെ വ്യാപാരങ്ങളിലൊന്നും വാസന കാണാനായിട്ട് സാധിക്കില്ല. ചില ആളുകളുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടം, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം തുറന്നിട്ടുണ്ട്, 2 ക്ലാസ് കേട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കറിയാൻ സാധിക്കും അവർക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്ന്, എന്തിഷ്ടമാണ് കഴിക്കാൻ, എന്തിഷ്ടമാണ് എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. അതേസമയത്ത് ചില മഹാത്മാക്കളുണ്ടല്ലോ, നമ്മൾ എത്ര കാലം അവരെ സെർവ് ചെയ്താലും ഇവർക്ക് എന്താണ് ഇവർക്ക് ഇഷ്ടമുള്ളത്, എന്താണ് ഇദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അത് വാസനകളൊന്നുമില്ല, ഇഷ്ടാനിഷ്ടങ്ങൾ ഒന്നുമില്ല. വാസനകളില്ല എന്ന് വെച്ചാൽ രാഗദ്വേഷങ്ങളില്ല. അപ്പോൾ ഈ വ്യാപാരങ്ങളിലൊന്നും ഇതിനോടൊരു ആസക്തി, ചില കാര്യങ്ങളോട് ഒരാസക്തി, ചില കാര്യങ്ങളിൽ ഒരു ദ്വേഷ്യം, ഇതൊന്നും കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മളുടെ മനസ്സ് പോലെയാണ് എങ്കിൽ നമ്മൾക്കിങ്ങനെ ഇതൊക്കെ വളരെ സ്പഷ്ടമാണ്. എവിടെയൊക്കെയാണ് നമ്മൾക്ക് ഇഷ്ടമല്ലാത്തത് എന്നൊക്കെ വളരെ സ്പഷ്ടമാണ്. നമ്മളുടെ മനസ്സ് പോലെയാണ് ഒരു ജീവൻ മുക്തൻ്റെ മനസ്സെങ്കിൽ നമ്മളും അദ്ദേഹം തമ്മിൽ എത്ര വ്യത്യാസം ഇരിക്കണേ. അതുകൊണ്ട് അങ്ങനെയല്ല, രാഗദ്വേഷങ്ങളില്ലാതെ നിത്യവ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സുഖവും ദുഃഖവും ഒന്നും ഉണ്ടാകില്ല. ഈ സുഖവും ദുഃഖവും ഒക്കെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് എങ്കിൽ എനിക്ക് സുഖം, അല്ല എങ്കിൽ ദുഃഖം. അതൊന്നും ഇല്ലാതെയാണ്, ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെ സുഖദുഃഖാദികളിലൊന്നും അല്ലെങ്കിൽ രാഗദ്വേഷാദികളില്ലാതെ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഈ സുഖദുഃഖാദികളും ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അപ്പോൾ രാഗദ്വേഷം വാസനയാലുമാണ് ഉണ്ടാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ മനസ്സെങ്ങനെയാണ്? നിർവാസനഹ യസ്യ, വാസനാക്ഷയം സംഭവിച്ചിരിക്കുന്നു. ഇനി
ശാന്തസംസാര 431 ശാന്തസംസാര കലനഹ. കലനഹ, കല എന്നുള്ളത് കാമദുഃഖം എന്ന് പറയും. കല എന്നുള്ള ധാതു അല്ലേ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും. ദേവ കലയാമിതേ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പം ഈ ഇവിടെ സംസാര കലനഹ എന്നുള്ളത് സംസാര വികാരങ്ങൾ എന്നാണ്. അവിടെ പാലിക്കപ്പെടട്ടെ ദേവനാൽ അല്ലെ, ദേവനാൽ എന്നെ സംരക്ഷിക്കപ്പെടട്ടെ, അങ്ങനെയൊക്കെ ആയിരിക്കാം അർത്ഥം. പക്ഷെ ഇവിടെ സംസാര കലന എന്നുള്ളതിന് സംസാര വികാരങ്ങളൊക്കെ എങ്ങനെയായി? ശാന്ത സംസാര കലനഹ. സംസാര വികാരങ്ങളെല്ലാം ശാന്തമായി തീർന്നു ഒക്കെ. എന്താ കനൽ കത്തിത്തീർന്ന അടുപ്പ് അല്ലേ, കനലെല്ലാം ശാന്തമായി കഴിഞ്ഞു, ചാരം മാത്രമായി വെണ്ണീർ അല്ലേ, നല്ല ശുദ്ധമായിട്ടുള്ള വെണ്ണീർ അതെടുത്ത് അണിയാം. അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സംസാര വികാരങ്ങളെല്ലാം അടങ്ങിയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ചിത്തം വിനിശ്ചിത്തമാണ്. തിരയടങ്ങിയ കടൽ പോലെ തീരത്തേ ഉള്ളൂ ഈ തിര മുഴുവനും. കുറച്ചുകൂടി ഒന്ന് സമുദ്രത്തിൻ്റെ അഗാധതയിലേക്കൊന്ന് പോകുമ്പോൾ ആ സമുദ്രം വളരെ നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ അല്ലേ. അവിടെ ഭട്ടതിരിപ്പാട് സമുദ്രത്തെ ബ്രഹ്മവുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പം കടലിൽ തിരയെല്ലാം തീർന്ന കടൽ പോലെ ശാന്തമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. അങ്ങനെയാണ് എങ്കിൽ അഗാധമാണ് കേട്ടോ. ഇനി മനസ്സുണ്ട് എങ്കിലും മനസ്സില്ലാത്ത പോലെ അഗാധമാണെന്നൊക്കെ ഉള്ള അർത്ഥം എന്താണ്? ഇതിനേക്കാളും വലിയൊരവസ്ഥ ഉണ്ടോ? ഇതിനേക്കാളും വലിയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ള സാഫല്യമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരവസ്ഥ. അപ്പം മനസ്സുണ്ട് എങ്കിലും മനസ്സില്ലാത്ത പോലെയാണ്. എല്ലാം ചെയ്യും. എങ്ങനെ ചെയ്യും? നിർവാസനയാൽ, രാഗദ്വേഷ വിയുക്തൈഹി അല്ലേ. രാഗദ്വേഷങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളിലും വ്യാപരിക്കും. കാരണം അദ്ദേഹത്തിന് ഏത് കാര്യങ്ങളിൽ ഇടപെട്ടാലും നമ്മളെപ്പോലെ നമ്മൾക്ക് ചിലതിൽ നിന്നുമൊക്കെ മാറി നിൽക്കണം, ചിലരോടൊക്കെ മാറി നിൽക്കണം. ഇല്ലായെങ്കിൽ പ്രശ്നമാകുമെന്ന് കണ്ടിട്ട് നമ്മൾ ചില കാര്യങ്ങളിൽ നിന്നും ചിലരിൽ നിന്നുമൊക്കെ ഒരു ഡിസ്റ്റൻസൊക്കെ പാലിക്കും. അല്ലെങ്കിൽ പ്രശ്നമാണ്. പക്ഷേ ഈ മുക്തനെ സംബന്ധിച്ചിടത്തോളം ആരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല, സംസാര പ്രശ്നങ്ങളേ ഇല്ല. എന്തൊരു അവസ്ഥയാണെന്നൊന്ന് ഓർത്തു നോക്കൂ. ശാന്തസംസാര കലനഹ കലാവാനഭി നിഷ്കലഹ. കലാവാൻ എന്നുള്ള ദേഹവാനഭി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ദേഹമുണ്ട് എങ്കിലും ദേഹത്താൽ പരിമിതപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ദേഹത്തിൽ ജീവിക്കുന്നുവെങ്കിലും ഈ ദേഹത്തിൽ ജീവിക്കുന്നു. ബോഡി, ശരീരമനോബുദ്ധി ഇന്ദ്രിയാദികളെല്ലാം ഇതിലൂടെ വർക്ക് ചെയ്യുന്നു. ഞാൻ പക്ഷേ ശുദ്ധ ചൈതന്യമാണ് എന്നുള്ള അറിവും അനുഭവത്തോടും കൂടിയാണ് ഇരിക്കുക. അപ്പോൾ ഇനി അല്ലെങ്കിൽ കലാവാൻ എന്നുള്ളതിന് വിദ്യാവാൻ ആണ് എങ്കിലും അജ്ഞനെ പോലെ എന്ന് വേണമെങ്കിൽ എടുക്കാം. കലാവാൻ എന്നുള്ളതിന് വിദ്യാവാൻ എന്നുള്ള അർത്ഥവും കൊടുക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാമാണ് എങ്കിലും നമ്മൾക്ക് ഇന്നതാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അത് ആദ്യമേ പറഞ്ഞുവല്ലോ, ഒരു മുക്തന് മാത്രമേ വേറൊരു മുക്തനെ അറിയാനായിട്ടും സാധിക്കുകയുള്ളൂ. ഇനി 432 നമ്മൾ വായിച്ചു വെച്ചതാണല്ലേ. വർത്തമാനേബി ദേഹേസ്മിൻ ഛായാവത് അനുവർത്തിനി. ശരീരം നിലനിൽക്കുന്നു. വർത്തമാനേ അഭി ശരീരം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ അഹന്ത മമത അഭാവഹ. അഹന്തയുമില്ല മമതയുമില്ല. അഹന്തയും മമതയും ഒക്കെ അഹം എന്നുള്ള ഭാവം ഈ ശരീരത്തിൽ ഞാനെന്ന ഭാവം, ഈ ശരീര സംബന്ധികളിൽ എൻ്റെ എന്നുള്ള ഭാവം, ഇതൊന്നുമില്ലാതെ ആരാണോ ഛായാവത് അനുവർത്തിനി, ഒരു നിഴൽ എന്ന പോലെ അതിനെ അനുവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നിഴൽ എന്ന പോലെ ശരീരം നിലനിൽക്കുന്ന ഒരു നിഴൽ പോലെ. നിഴലിന് നമ്മൾ എന്തെങ്കിലും നമ്മൾ സത്യത്വം കൊടുക്കുമോ? ഇല്ലയാലോ അല്ലേ. എൻ്റെ നിഴലിൻ്റെ മേലെ ഒരു സ്കൂട്ടർ കയറിപ്പോയി, രാവിലെ നടക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ കിടന്ന് കരയുമോ? ഇല്ല, നിഴലിൻ്റെ മേലെയല്ലേ പോയത്, കുഴപ്പമില്ലല്ലോ.
അല്ലേ? ആ നിഴൽ ഛായാവത്, ഛായ പോലെ, ഒരു നിഴൽ പോലെ അദ്ദേഹം യഥാർത്ഥത്തിലുള്ള ഈ ശരീരത്തെയാണ് നിഴൽ പോലെ അനുവർത്തനം ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള അഹന്തയോ മമതയോ ഒന്നുമില്ലാതെ, ഞാനെന്നുള്ള ഭാവമില്ലാതെ, എൻ്റെ എന്നുള്ള ഒരു പൊസസീവ്നെസ്, അതൊന്നും മമത്വമില്ലാതെ വർത്തിക്കുന്നു. ഇനി 433. അതീതാനനുസന്ധാനം ഭവിഷ്യത വിചാരണം. അതിവിചാരണം എന്നല്ല കേട്ടോ, ഭവിഷ്യത വിചാരണം. ഔദാസീന്യമഭിപ്രാപ്തേ ജീവൻ മുക്തസ്യ ലക്ഷണം. അതീതാനനുസന്ധാനം ഭവിഷ്യത വിചാരണം. ഔദാസീന്യമഭിപ്രാപ്തേ ജീവൻ മുക്തസ്യ ലക്ഷണം. അതീത അനുസന്ധാനം. അനുസന്ധാനങ്ങൾക്കൊക്കെ അതീതമാണ് അതീത അനുസന്ധാനം. അതായത് നമ്മളിങ്ങനെ ഭൂതകാലത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കും. ഒരു വയസ്സായിട്ടുള്ള ഒരാളുടെ അടുത്ത്, 60 വയസ്സൊക്കെ കഴിഞ്ഞ ഒരാളുടെ അടുത്ത്, ഒരു നല്ല പൊസിഷനിൽ നിന്നൊക്കെയാണ് അദ്ദേഹം റിട്ടയർഡായിട്ട് ഉള്ളത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് ചെന്ന് നോക്കൂ. ആ ഓഫീസ് ടൈമിലുള്ളതും അദ്ദേഹം ജോലിയിൽ ഇരുന്ന സമയത്തുള്ള സാഹസിക കൃത്യങ്ങൾ മുഴുവൻ പറഞ്ഞു തരും. അനുസന്ധാനം, ഭൂതകാലങ്ങളെ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടാണ് വൃദ്ധസ്താവത് ചിന്താമഗ്നഃ. ഞാൻ ഇനി അതല്ല എങ്കിൽ ചിലപ്പോൾ ചിലവർ അത് ചെയ്യണ്ടായിരുന്നു, അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞാൻ എന്തിനത് ചെയ്തു, ഞാൻ എന്തിനത് പറഞ്ഞു, അല്ല എങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു, എനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ പറയാമായിരുന്നു, ഇങ്ങനെ ഉള്ള പഴയ കാര്യങ്ങളെ വിചാരം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഭവിഷ്യത് വിചാരം. അടുത്ത കൊല്ലം ഉണ്ടല്ലോ, അടുത്ത കൊല്ലം എനിക്ക് പ്രൊമോഷൻ കിട്ടും, എനിക്ക് ജോലിയിൽ കയറ്റം കിട്ടും, കൂടുതൽ സാലറി കിട്ടും, അപ്പോൾ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ഇത്രയും കൂടി സമ്പാദിക്കാം. ഇങ്ങനെ മലർപ്പൊടി ബ്രാഹ്മണൻ്റെ കഥയില്ലേ, നമ്മൾ മലയാളികൾക്ക് അറിയുന്ന ഒരു കഥയാണ്. മലർപ്പൊടി ബ്രാഹ്മണൻ മലർപ്പൊടി വിൽക്കാനായിട്ട് പോകുമ്പോഴേ ഇങ്ങനെ സ്വപ്നം കണ്ട് അവസാനം ആ സ്വപ്നത്തിൽ തന്നെ അല്ലേ, എനിക്ക് കല്യാണം കഴിക്കും, കുട്ടിയുണ്ടാവും, എന്നിട്ട് കുട്ടി കുസൃതി കാണിക്കുമ്പോൾ ഞാനൊന്ന് തല്ലും, അപ്പോൾ എൻ്റെ ഭാര്യ വന്നിട്ട് എന്നോട് വഴക്കുണ്ടാകും, ഞാൻ അവൾക്കൊട്ട് ഒരൊറ്റ അടി എന്ന് പറഞ്ഞ് തീർന്നില്ല. അതിന് മുമ്പേ നല്ല സ്വപ്നത്തിലായതുകൊണ്ട് വളരെ ആക്ഷനോട് കൂടിയാണ്. മലർപ്പൊടിയും പോയി, എല്ലാം പോയി. അപ്പോൾ അതുപോലെ ഭവിഷ്യത് വിചാരണം അതൊന്നുമില്ലാതെ ഈ തരത്തിലുള്ള ഉദാസീനത. ഇപ്പോൾ വർത്തമാനകാലത്തിൽ പലത് സംഭവിക്കുമ്പോഴും ഉദാസീനമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുക, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഭൂതവും ഭാവിയും വർത്തമാനവും ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ചിലരെപ്പോഴും പാസ്റ്റിലായിരിക്കും, എപ്പോഴും. ചിലരാണെങ്കിലും എപ്പോഴും ഫ്യൂച്ചർ സ്വപ്നങ്ങളിലാണ്. സ്വപ്നം കാണുകയുള്ളൂ, എന്നാൽ അതിനായിട്ടൊരു വർക്ക് ചെയ്യണ്ടേ. സ്വപ്നം കണ്ടതുകൊണ്ട് ഒരുവൻ്റെയും ഡെസ്റ്റിനി, ഒരുവൻ്റെയും ഒരു ഭാവി മാറാനൊന്നും പോകുന്നില്ല. കുറേ സ്വപ്നം കണ്ടു എന്ന് കരുതി അതിനായിക്കൊണ്ടിട്ട് വർക്ക് ചെയ്യണം, അല്ലേ? എങ്കിൽ മാത്രമേ സ്വപ്നം കണ്ട ആ തരത്തിൽ എത്തിച്ചേരാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. എങ്കിലും അവിടെയും പല ഘടകങ്ങൾ ഉണ്ട് കേട്ടോ. ഇപ്പം ഇദ്ദേഹം എങ്ങനെയാണ്? അതീത അനുസന്ധാനം ഭവിഷ്യത് അവിചാരണം. ഒരു കാര്യത്തിലും വർത്തമാനമോ ഭൂതമോ ഭാവിയോ ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല, എല്ലാത്തിനും അദ്ദേഹം അതീതമാണ്. ഔദാസീന്യം അഭിപ്രാപ്തേ ജീവൻ മുക്തസ്യ ലക്ഷണം. ഉദാസീനമായിട്ട് ഇരിക്കുന്നു എപ്പോഴും. എത്ര കാര്യങ്ങൾ അല്ലേ, വലിയ ദുഃഖത്തിൻ്റെ ഒരു മല തന്നെ മുമ്പിലേക്ക് വന്നുകൊള്ളട്ടെ, ഉദാസീനമായിട്ട് അതിനാൽ ബാധിക്കപ്പെടാതെ ഇരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് തന്നെ ജീവൻ മുക്തൻ്റെ ആ ഒരു ലക്ഷണം, ജീവൻ മുക്തസ്യ ലക്ഷണം. അതീതാനനുസന്ധാനം ഭവിഷ്യത വിചാരണം ഔദാസീന്യമഭിപ്രാപ്തേ ജീവൻ മുക്തസ്യ ലക്ഷണം. ഗുണദോഷവിശിഷ്ടേസ്മിൻ സ്വഭാവേന വിലക്ഷണേ സർവത്ര സമദർശിത്വം ജീവൻ മുക്തസ്യ ലക്ഷണം. ഗുണദോഷവിശിഷ്ടേസ്മിൻ സ്വഭാവേന വിലക്ഷണേ സർവത്ര സമദർശിത്വം ജീവൻ മുക്തസ്യ ലക്ഷണം.
ഗുണദോഷേ വിശിഷ്ടേ അസ്മിൻ ഗുണദോഷ വിശിഷ്ടേസ്മിൻ അസ്മിൻ അസ്മിൻ ജഗതി ഈ ജഗത്തിൽ ഈ ലോകത്തിൽ ഗുണദോഷ വിശിഷ്ടേ അസ്മിൻ ജഗതി ഈ ലോകത്തിലെല്ലാം ഗുണദോഷങ്ങളാൽ സമ്മിശ്രമാണ് ഈ ലോകം. ഈ ലോകത്തിൽ ഓരോന്നും വ്യത്യസ്തരാണ്. നമ്മൾക്കറിയോ ഒരുവൻ്റെ ഹസ്തരേഖ പോലെ അല്ല വേറൊരുവൻ്റേത് അല്ലേ? ഈ അത് ഫുട് പ്രിൻ്റ് ആകട്ടെ, അതുപോലെ തന്നെ ഇതെല്ലാം ഈ രേഖകളെല്ലാം വേറെ വേറെയാണ് അല്ലേ? കണ്ണ് വ്യത്യസ്തമാണ് ഓരോരുത്തരിലും. അതുകൊണ്ടാണ് അല്ലേ ഇപ്പോൾ ഐഡൻറ്റിറ്റി കാർഡിലൊക്കെ കണ്ണ് അത് മതി. അത് കാരണം ഓരോന്നും വ്യത്യസ്തമാണ്, ഒന്നുപോലെ മറ്റൊന്നില്ല. ഇനിയോ ഓരോന്നിലുമുണ്ട് ഗുണവും ദോഷവും, ഓരോ വ്യക്തിയിലുമുണ്ട് ഗുണവും ദോഷവും. ഒരു വ്യക്തിയിൽ വളരെ നല്ല സ്വഭാവങ്ങൾ കാണാം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഫോൾട്ടുകളും ദോഷങ്ങളും ഉണ്ടാകും അല്ലേ? ജഡചേതന ഗുണദോഷമയമാണ് ഈ ലോകം. അപ്പോൾ ഒന്ന് തന്നെ ഗുണമായിട്ട് തോന്നും, ഒരു സമയത്ത് ഗുണമായിട്ടുള്ളത് വേറൊരു സമയത്ത് ദോഷമായിട്ട് തോന്നും. ആഹാരം മിതമായിട്ട് കഴിക്കുകയാണ് എങ്കിൽ അത് ഗുണമാണ്. പക്ഷേ എങ്കിലോ വലിച്ചു വാരി അമിതമായിട്ട് ഭക്ഷിച്ചിട്ടുണ്ട് എങ്കിലോ അതേ ആഹാരം തന്നെ നമ്മൾക്ക് ദോഷമായിട്ട് തീരും അല്ലേ? അപ്പോൾ ഗുണവും ദോഷവും ഒന്നിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ ദേഷ്യമാണ് എങ്കിലും എൻ്റെ സ്വാർത്ഥ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കിടന്ന് ദേഷ്യപ്പെടുന്നത് എങ്കിൽ ആ ദേഷ്യം ദോഷം തന്നെയാണ് അല്ലേ? അതേസമയത്ത് ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നത് എങ്കിലോ അത് ഗുണമായിട്ട് തീരും. ധാർമ്മിക രോഷം എന്നൊക്കെ പറയുന്നത് കാണാൻ പാടില്ലേ? ധാർമ്മിക രോഷം. അപ്പോൾ ഈ ലോകം വളരെ യുണീക്കാണിത്. ഇതുപോലെ അല്ലേ? സർവത്ര സമദർശിത്വം അദ്ദേഹത്തിൽ ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഈ ലോകത്തിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? സർവത്ര സമദർശിത്വം എന്ന് വെച്ചാലോ ഒന്നുകിൽ ഈ ഒരു കാഴ്ചപ്പാട് എല്ലാറ്റിനും ഗുണവും ദോഷവുമുണ്ട്, എല്ലാറ്റിനുമുണ്ട് ഈ ഗുണദോഷ സമ്മിശ്രമാണ് ഇവിടം. ഇനി അതല്ല എങ്കിൽ സർവത്ര സമദർശിത്വം എന്നുള്ളത് അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള അർത്ഥം എടുക്കുകയാണ് എങ്കിലോ സമത്വമാണ്. അദ്ദേഹം സമം സർവത്ര പശ്യന്തി, അദ്ദേഹം എല്ലായിടത്തും ആ ബ്രഹ്മത്തെ കാണുന്നു, എല്ലായിടത്തും ബ്രഹ്മത്തെ ദർശിക്കുന്നു. അങ്ങനെ സർവത്ര സമദർശിത്വം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സ് ഇഷ്ടമുള്ളതൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിൽ നല്ലത്. ഇഷ്ടമുള്ള ആളുകൾ എന്ത് ചെയ്താലും നല്ലത്. ഇഷ്ടമുള്ള ആളാണ് എങ്കിൽ അയാൾ നല്ലതുപോലെ പാട്ടും പാടും. ഇഷ്ടമുള്ള ആൾ അങ്ങനെ പറയില്ലേ? ഇഷ്ടമുള്ളവരാണ് എങ്കിൽ അവർ നല്ലതുപോലെ പാട്ടും പാടും, അവരെ കാണാനും നല്ലതാണ്, എല്ലാം നല്ലതാണ് ഇഷ്ടമുണ്ട് എങ്കിൽ. ഇഷ്ടമില്ല എങ്കിലോ എത്ര കഴിവുകളുണ്ടായാലും ഒന്നുമില്ല. എത്ര കഴിവുകളുണ്ട്. ഇഷ്ടമുള്ളവരാണ് എങ്കിൽ സാധാരണ മനുഷ്യരെങ്ങനെയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അതിൽ മനസ്സ് ആസക്തമായിട്ട് അത് ആസക്തി കൊണ്ടുപോകും, അല്ലെങ്കിൽ ആസക്തിയിലേക്ക് നയിക്കും. ഇനി ദേഷ്യമായിട്ടുള്ളത് കണ്ടിട്ടുണ്ട് എങ്കിൽ, ദോഷം കണ്ടിട്ടുണ്ട് എങ്കിൽ ദേഷ്യമായി, അങ്ങനെയാണ് സാധാരണ അവസ്ഥ. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥയോ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഈ ലോകത്തിൽ സർവത്ര സമത്തെ ദർശിക്കുന്നു. എല്ലായിടത്തും ഗുണദോഷ സമ്മിശ്രമാണ്. ഇപ്പോൾ ദോഷമെന്ന് തോന്നാം, കുറച്ച് കഴിയുമ്പോൾ അത് ഗുണമായിട്ട് പരിണമിക്കും. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി അതിനെ അതിൻ്റെ യഥാതഥമായിട്ട് ലോകത്തെ വീക്ഷിക്കുന്നു. ഒന്നുകൂടി നമ്മൾക്ക് ഈ ശ്ലോകം വായിക്കാം. ഗുണദോഷ വിശിഷ്ടേസ്മിൻ സ്വഭാവേന വിലക്ഷണേ സർവത്ര സമദർശിത്വം ജീവൻ മുക്തസ്യ ലക്ഷണം ഇഷ്ടാനിഷ്ടാർത്ഥ സംപ്രാപ്തോ സമദർശിതയാത്മനി ഉഭയത്ര വികാരിത്വം ജീവൻ മുക്തസ്യ ലക്ഷണം ഇഷ്ടാനിഷ്ടാർത്ഥ സംപ്രാപ്തോ സമദർശിതയാത്മനി ഉഭയത്ര വികാരിത്വം ജീവൻ മുക്തസ്യ ലക്ഷണം. ജീവൻ മുക്തസ്യ ലക്ഷണം, ജീവൻ മുക്തൻ്റെ ലക്ഷണം എന്താ? അത് ഇഷ്ട അനിഷ്ട അർത്ഥ സംപ്രാപ്തൗ എന്നുള്ളതോ സംപ്രാപ്തി എന്നുള്ളതിൻ്റെ സപ്തമിയാണ്. സംപ്രാപ്തൗ
സംപ്രാപ്തൗ അല്ലേ, സതിസപ്ത സംപ്രാപ്തൗ സത്യോ അങ്ങനെ വരും. സംപ്രാപ്തൗ ഇഷ്ട അനിഷ്ട അർത്ഥ സംപ്രാപ്തൗ. അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ വിഷയങ്ങൾ, ഇഷ്ടമായിട്ടുള്ള വിഷയങ്ങൾ കിട്ടിയാലും അനിഷ്ടമായിട്ടുള്ള വിഷയങ്ങൾ, ആഗ്രഹമുള്ളത് ലഭിച്ചാലും അനിഷ്ടമായിട്ടുള്ളത് ലഭിച്ചാലും നിർവികാരഃ ഇഷ്ട അനിഷ്ട സംപ്രാപ്തോ സമദർശിതയ ആത്മനി. സമദർശിതയ ഇതിനു മുമ്പ് നമ്മൾ കണ്ടു, സർവത്ര സമദർശിത്വം കണ്ടു അല്ലേ. ഉഭയത്ര അവികാരത്വം, രണ്ടിലും അവികാരത്വം, നിർവികാരമാണ്. ഉഭയത്ര അവികാരിത്വം. മഹാത്മാഗാന്ധിയുടെയൊക്കെ പ്രതിമ കാണാൻ പാടില്ലേ റോഡിലൊക്കെ? ചിലപ്പോൾ ഒക്ടോബർ 2 ആകുമ്പോൾ കൊണ്ട് ബാലയൊക്കെ ഇടും. പിന്നെയോ ചിലപ്പോൾ കാക്കകൾ കാഷ്ടിച്ചെന്നിരിക്കും. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല, ജഡമാണ് അല്ലേ ആ പ്രതിമ അല്ലേ. അതേപോലെ അപ്പോൾ അതുപോലെയാണോ ഇദ്ദേഹം? അങ്ങനെയാണോ? ഇവിടെ അദ്ദേഹം ആനന്ദമഗ്നനായിട്ടിരിക്കുമ്പോൾ അല്ലേ, എന്താ എല്ലായിടത്തും ജലം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആരെങ്കിലും വീടേ തന്നെ വെള്ളത്തിലാണ്, അപ്പോൾ ആരെങ്കിലും ഒരല്പം വെള്ളത്തിന് വേണ്ടിയിട്ട് ശുദ്ധജലം തേടി പോകുമോ? ഇവിടെ വെള്ളം അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ അപ്പോൾ ഇനി ശുദ്ധജലം അല്ലെങ്കിൽ അശുദ്ധജലം ഒന്നും അങ്ങനെയൊന്നും ഇല്ല. അതേപോലെ ഇഷ്ടാനിഷ്ടാർത്ഥ സംപ്രാപ്തവും സമദർശിതയ ആത്മനി ഉഭയത്ര അവികാരത്വം അല്ലേ. ഇപ്പോൾ രോഗം, ഇപ്പോൾ സാധുവിനാണ് എങ്കിലും രോഗമൊന്നും ആർക്കും ഒരു സാധുവിനും ഇഷ്ടമാണെന്ന് തോന്നുന്നില്ല അല്ലേ. നഷ്ടം വരുമ്പോൾ നാശം ഉണ്ടായിന്നിരിക്കാം, ചിലപ്പോൾ പല കാര്യങ്ങൾ നശിച്ചെന്നിരിക്കാം, നഷ്ടം സംഭവിച്ചെന്നിരിക്കാം. രോഗമൊക്കെ ഇഷ്ടം ആകണമെങ്കിൽ രോഗം ആർക്കും ഇഷ്ടമില്ല, ഡോക്ടർമാർക്ക് ഇഷ്ടമാകും കേട്ടോ രോഗം വന്നിട്ടുണ്ട് എങ്കിൽ. ബാക്കി സാധാരണ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അനിഷ്ടമാണ്. പക്ഷെ ഇവിടെ എല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സമദർശിതയാ, കർമ്മഫലമാണിതെല്ലാം. സമദർശിതയാ, നല്ലതാണ് എങ്കിൽ, നല്ല കാര്യങ്ങൾ കിട്ടുകയാണ് എങ്കിൽ സുഖം, പുണ്യം വരുമ്പോൾ സുഖം വരികയാണെങ്കിൽ പുണ്യത്തിൻ്റെ ഫലമായിട്ട് സുഖം വരും, പാപത്തിൻ്റെ ഫലമായിട്ട് ദുഃഖം വരും, ഒക്കെ കർമ്മഫലമാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആനന്ദമഗ്നനായിട്ടിരിക്കുകയാണ്. അല്പസ്വല്പം കശമിഷയൊക്കെ ജീവിതത്തിലുണ്ടായി എന്ന് കരുതി നോ പ്രോബ്ലം, ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. കാരണം എന്താ, ആനന്ദത്തിലും മുങ്ങിയിരിക്കുകയാണ്. ഇനി ഇതെല്ലാം സ്വാഭാവികമാണ്, വരും പോകും, ഇത് സഹിക്കുക, അങ്ങനെയുള്ള കാര്യവും അറിയാം. ഇപ്പോൾ സുഖം വരും ദുഃഖം വരും, സുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ദുഃഖം വരും, തിരിച്ചാകും. ഇപ്പോൾ സുഖത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖത്തെ സ്വീകരിക്കണം. ഇനി ഭക്തനാണ് എങ്കിലോ എല്ലാം ഭഗവാൻ തരുന്നതല്ലേ, സുഖമാണ് എങ്കിലും ദുഃഖമാണ് എങ്കിലും അവിടുത്തെ പ്രസാദം എന്ന് കരുതി ഭക്തന്മാർ പോലും കഴിയുന്നു. അപ്പോൾ അതിലുമൊക്കെ അതീതമാണ് ഈ മുക്തൻ്റെ അവസ്ഥ. ഭക്തനത് സമ്മതിക്കില്ല കേട്ടോ. ഭക്തനെ സംബന്ധിച്ചിടത്തോളം മുക്തിയേക്കാളും വലുതാണ് ഭക്തി. എന്തായാലും ഇവിടെ ഇദ്ദേഹം അവികാരിത്വം ഉഭയത്ര അവികാരിത്വം, സുഖമാണ് എങ്കിലും ദുഃഖമാണ്, ഇഷ്ടമാണ് എങ്കിലും അനിഷ്ടമാണ് എങ്കിലും സർവത്ര അവികാരിത്വം, രണ്ട് ലഭിച്ചാലും സർവത്ര അവികാരിത്വം. ഇനി ഒന്നുകൂടി നമുക്കിതൊന്ന് വായിക്കാം. ഇഷ്ടാനിഷ്ടാർത്ഥ സംപ്രാപ്തോ സമദർശിതയാത്മനി ഉഭയത്രാവികാരിത്വം ജീവൻ മുക്തസ്യ ലക്ഷണം. നമ്മൾക്ക് അടുത്ത ദിവസം നോക്കാം. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.